ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഏറ്റവും രുചികരമായിട്ട് നല്ലൊരു ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചിക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 150 ഗ്രാം ഇഞ്ചി ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ അരിയുമ്പോൾ ഒരേ സൈസിൽ തന്നെ അരിയാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഒരേപോലെ മൂത്ത് കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 50 ഗ്രാം ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 25 ഗ്രാം അളവിൽ പുളി എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. ആ പുളി ഒന്ന് ചെറു ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ ഇഞ്ചി വറക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മീഡിയത്തിനും ലോ ടു ഇടയിൽ വെച്ചിട്ട് ഇഞ്ചി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. ഒരു ഇടത്തരം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇഞ്ചി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പം ഇഞ്ചി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നിറമൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇഞ്ചി വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. നല്ലതായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. അപ്പോൾ ഉള്ളി ഒന്ന് ശകലമായി കഴിഞ്ഞിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീയൊന്ന് കുറച്ച് വെക്കണം. ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്നിച്ച് മുരിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ഉള്ളിയൊന്നും കരിഞ്ഞു പോകരുത്. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം. ഇപ്പം നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരി മാറ്റാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ തരിയോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് ചെറിയ തരിയോടുകൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇഞ്ചിയൊക്കെ വറുത്തെടുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. ഈ ചൂടൊന്ന് കുറച്ചൊന്ന് പോവട്ടെ. ഈ ചൂടിലോട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്താൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റൊക്കെ മതി. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളി പിഴുതെടുത്ത് അരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലോട്ട് 1 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പൊടിച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയത്തിനും ലോയിനും ഇടയിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇത് പാകത്തിന് കുറുകി വരും. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി. കുറച്ചൊരു കുറുകിയ പരുവത്തിൽ ഇതൊന്ന് ആറിക്കഴിയുമ്പോഴേക്കും ഒന്നുകൂടി കട്ടിയായിട്ട് വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ് ഇത്. സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ മറക്കാതെ എന്നെ അറിയിക്കണേ. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.